ஊதுங்க. நான் ஊத மாட்டேன். ஊதுங்கன்னு சொல்றேன்ல. വെൽക്കം ബാക്ക്. തൊഴിലില്ലാത്തവൻ ഒരു പെണ്ണ് എന്ന കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇന്നത്തെ ടോപ്പിക്. ബിഫോർ വി സ്റ്റാർട്ട് ഒരു സ്പെഷ്യൽ ഡിസ്ക്ലൈമർ ഉണ്ട്. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ചാണ്. നത്തിങ് ടു ഡു വിത്ത് ട്രാൻസ്ജെൻഡേഴ്സ്. ലെറ്റ്സ് വെൽക്കം അവർ ഹീറോ എസ്കെ. എസ്കെക്ക് ജോലിയില്ല, കൂലിയില്ല, പഠിപ്പില്ല, വിവരമില്ല. പക്ഷെ അവന് കെട്ടാൻ ഒരു പെണ്ണിനെ വേണം. റോഡ് സൈഡ് കാണുന്ന ഏതെങ്കിലും പെണ്ണിനെ പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടി ലൈഫ് സേഫ് ആക്കലാണ് അവന്റെ ലൈഫ് ഗോൾ. അവൾക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. സോ അവളെ സ്വന്തമാക്കാൻ വേണ്ടി എസ്കെ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ദിസ് ഈസ് എ സമ്മറി ഓഫ് ദ മൂവി. വെൽക്കം ടു തമിഴ് മസാല സിനിമ. ഇവിടെ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, സൗന്ദര്യം നോക്കില്ല, സ്കിൻ കളർ നോക്കേയില്ല എന്നൊക്കെ ഹീറോയെ കൊണ്ട് പറയിപ്പിക്കുമെങ്കിലും അതേ പുനിതമായ കാതൽ കാണിക്കാൻ വേണ്ടി സ്കിൻ കളർ മാത്രം നോക്കി ഹീറോയിൻസിനെ ഇമ്പോർട്ട് ചെയ്യും. ഇവ്ലോ ഹൈറ്റാ വൈറ്റാ കാവ്യാங்கிற പേരോட എങ്ക ഊരിൽ എന്താ പൊണ്ണുമില്ല. ഹീറോ സ്വന്തം കളറിനെ ഐഡന്റിറ്റി ഓർത്ത് പ്രൗഡ് ആയിരിക്കും. പക്ഷെ ആ പ്രിവിലേജ് ഹീറോയിൻസിനില്ല. ഈ ബൈപോളർ ഇൻഡസ്ട്രിയിൽ ഒരു ഹീറോയെ പെൺവേഷം കെട്ടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് മുഖത്ത് കുമ്മായം വരി പൊത്ത് വെളുത്തിട്ട് പാറിയ മാത്രമേ സെക്സിയാകൂ. ഈ പടത്തിൽ എസ്കെക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി ഫോർ മെയിൻറ്റെയിനിങ് ആണുങ്ങളുടെ മാനറിസം ഇൻ ലേഡി ഗെറ്റപ്പ്. ഇതിക്ക് പേര് തണ്ടാ മെത്തഡ് ആക്ടിങ്. ഇത്തവണ ഹീറോയുടെ പട്ടി ഷോ കൊണ്ട് ഇംപ്രസ് ആകാനുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നത് കീർത്തിക്കാണ്. ഷീ ഈസ് ഡൂയിങ് വാട്ട് ഷീ ഈസ് ഫേമസ് ഫോർ, ക്യൂട്ട്നെസ്. There's a difference between being cute and knowing cute. Being cute എന്ന് പറഞ്ഞാൽ you are cute. Knowing cute means you know you are cute. And നിങ്ങൾ ആ ക്യൂട്ട്നെസ് ഇങ്ങനെ സറൗണ്ടിങ്സിലേക്ക് റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവളൊരു ക്യൂട്ട്നെസ് നൽകുന്ന മെഷീൻ ആയതുകൊണ്ട് ഷീ ഡസന്റ് നീഡ് എ ബ്രെയിൻ. ജോലി തേടി നടക്കുന്ന നഴ്സിംഗ് യൂണിഫോം ഇട്ടാണ് ഇന്റർവ്യൂവിന് പോയെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കും. வேலை தேடிட்டு இருக்கீங்க. உங்க தொண்டை சரியில்லைன்னு நினைக்கிறேன். லைட்டா ஜென்ஸ் வாய்ஸ் வருது. സ്വന്തം ഹോസ്പിറ്റലിന്റെ ഇന്റർവ്യൂവിന് വരുമ്പോൾ അതേ ഹോസ്പിറ്റലിന്റെ യൂണിഫോം ഇട്ട് വന്നാൽ ഇവള് പറയും, அன்னைக்கு பார்த்ததை விட இன்னைக்கு ரொம்ப அழகா இருக்கீங்க. സ്വന്തം ഫിയാൻസെ കാണാൻ കൊള്ളാവുന്ന ലോകത്തുള്ള എല്ലാവരോടും അഭിപ്രായം ചോദിക്കും. இவன் நல்லா இருக்கானா இல்லையா? அவன் நல்லா தானே இருக்கான். அவன் எப்படி இருக்கான்? ബേസിക്കലി കാണേണ്ടത് കാണില്ല, കേൾക്കേണ്ടത് കേൾക്കില്ല, ചെയ്യേണ്ടത് ചെയ്യില്ല. വെറുതെ ആടാൻ ഇളിക്കാൻ ഒരു ക്യാരക്ടർ. ഇവരുടെയൊക്കെ സാലറി കുറയ്ക്കണം. ഹീറോയുടെ ഇൻട്രോയ്ക്ക് നിർദ്ധനരുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോയും ഹീറോയിന്റെ ഇൻട്രോയ്ക്ക് ക്യൂട്ട് കുട്ടികളുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോയും തമിഴ് സിനിമയുടെ സിഗ്നേച്ചർ ആയിരുന്നു. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഫോർമാറ്റ് ഇപ്പോൾ കാണാനില്ല, താങ്ക്സ് ടു ദിസ് ഗൈ. ഒരു ദിവസം എസ്കെ റോഡ് സൈഡ് വായി നോക്കി നിൽക്കുമ്പോൾ അടുത്തുകൂടി പോയ വണ്ടിയുടെ പുകയിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് അടിച്ച് മണ്ടേ കയറി ഹാലുസിനേഷൻ അടിച്ച് ഈ സഞ്ചരിക്കുന്ന ക്യൂട്ട്നെസ് റിയാക്ടറിനെ കണ്ട് അട്രാക്ഷൻ തോന്നും. പ്രണയം ഫേസ് നോക്കിയല്ല വരുന്നത്, മനസ്സും പെരുമാറ്റവും നോക്കി മാത്രമാണ് വരുന്നതെന്ന് ഉറച്ച നിലപാടുള്ള ഒരാളാണ് എസ്കെ. இதான் லவ். இதுல அவ ஸ்மார்ட்டா இருக்கா, டாக்டர், வெல் செட்டில்டு. எதுவும் உனக்கு ஏன் என்ன பிடிச்சிருக்கு? ஊர்ல ஒரு மூஞ்சி அதெல்லாம் பார்த்தா அப்புறம் லவ் வரும். ரோட்ல ஒரு பொண்ணை பார்த்தேன், செம்மையா இருந்தா. அழகான பொண்ணுங்களா முடிச்சுக்கலான்னு சொல்லாது. செம்மையா இருந்தா. இவ்ளோ ஹைட்டா ஒயிட்டா காவியாங்கிற பேரோட எங்க ஊர்ல எந்த பொண்ணும் இல்ல. உனக்கு ஏன் என்ன பிடிச்சிருக்கு? போன ஜென்மத்துல நான் உன்னை நிறைய அலைய வச்சிட்டேன்னு நினைக்கிறேன். அதுக்கு தான் இப்போ நீ என்ன பழி வாங்குற. സത്യം പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ലെജൻഡ്സ് യൂസ് ചെയ്യുന്ന ഐഡിയ ആണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് മെഴുകുക അല്ലെങ്കിൽ സാഹിത്യം പറയുക. ജോലിയും കൂലിയില്ലാത്ത മോന് സുന്ദരിയായ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമ്മ പറയും, இவளுக்காக நீ என்ன பண்ணாலும் தப்பு இல்லடா. நல்ல ஃபேமிலிடா. நம்ம எந்த விஷயமும் சின்சியரா நினைச்சு செஞ்சோம்னா அது கண்டிப்பா நடக்கும்டா. ഈ പുറമ്പോക്ക് ലവ് സ്റ്റോറിക്ക് പൗലോ കോയിലോയുടെ ലൈനാ. மேய்க்கிறது எருமை, இதுல என்ன பெருமை. MBBS കഴിഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറിനെ കയ്യിൽ 5 പൈസ ഇല്ലാത്തവൻ പ്രേമിക്കുന്നു. കാശില്ലാത്തവന് പ്രേമിച്ചൂടെ എന്നല്ലേ? പ്രേമിക്കാൻ കാശൊന്നും വേണം. പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഇടാൻ കാശ് വേണം. റോഡ് സൈഡ് മൊത്തം ലൈറ്റ് ഇടാൻ ക്യാഷും വേണം. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷനും വേണം. റോഡ് സൈഡ് മൊത്തം ഷാമിയാന പന്തലിടാൻ കാശും വേണം. മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനും വേണം. ആ പഞ്ചായത്ത് മൊത്തം വെടിക്കെട്ട് നടത്താനും ബലൂൺ പറത്തി വിടാനും കാശ് വേണം. എന്തിന്? ഈ PP വാങ്ങാൻ വരെ കാശ് വേണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ മനസ്സിന്റെ എക്സ്റേ കണ്ട് ഇഷ്ടപ്പെട്ട എസ്കെ ഏതൊരു തൊഴിലില്ലാത്ത ഹീറോയും ചെയ്യുന്നത് പോലെ സ്റ്റാർട്ടഡ് സ്റ്റോക്കിംഗ്.
കോപ്രായൊക്കെ ഹീറോയിസ് ആണെന്ന് കണ്ട് വിശ്വസിച്ചാണ് ഇതുപോലുള്ള തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ച് ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുന്നത്. ദിസ് ഇസ് ക്രീപ്പി ടു ദ കോർ. അതൊക്കെ പോട്ടെ, നീ എന്ത് കാണിച്ച് ഇംപ്രസ് ചെയ്യും? നിന്റെ PP കാണിച്ചോ? അല്ല, വിസിൽ കാണിച്ചാണോ എന്ന്. പക്ഷെ വിധി അവനെതിരായിരുന്നു. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നറിഞ്ഞ് SK തകർന്നു പോയി. எங்க அப்பானா எனக்கு உயிர். 4 வருஷத்துக்கு முன்னாடி அந்த ஆள் செத்தப்ப கூட எனக்கு இவ்வளவு தெரியல. என் அப்பா செத்தனை கூட நான் அவ்வளவு அழலடி. പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവും. പക്ഷെ അപ്പം മരിച്ചതിനേക്കാളും വിഷമം തോന്നണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളുടെ പേരെങ്കിലും അറിയണം. ഷീ ഡസൻ നോ യുവർ എക്സിസ്റ്റൻസ്. ലൈക്ക് ഓൾമോസ്റ്റ് എവരി റോംകോം മൂവീസ്, നായികയുടെ ഫിയാൻസ് റിച്ച് ആണ്. സോ ക്യാഷ് ഉള്ളവൻ അരഗന്റ് ആണ്, എത്തിക്സ് ഇല്ലാത്തവനാണ്, സെൽഫിഷ് ആണ്. ഇത്രയും ദുർഗുണനായ ഒരു ആന്റി ഹീറോയിൽ നിന്ന് ഫ്രോഡും തൊഴിലില്ലാത്തവനും വിവരമില്ലാത്തവനുമായ നായകൻ നായികയെ വിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലൈമാക്സിൽ കൈയടിക്കേണ്ടത്. ദിസ് ഇസ് ഓൾ അബൌട്ട് ദുർഗുണൻ വേഴ്സസ് നിർഗുണൻ. SKക്ക് നേരിട്ട് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ അവൻ ഫോറിൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇട്ട് ഫേസിൽ ഫീമെയിൽ ലുക്ക് വരുത്തി 2 ബലൂൺ വാങ്ങി, അല്ല ബലൂൺ വേണ്ട, ലേഡി കെറ്റപ്പെട്ട് അവളുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് പോകും. நீ பண்றதெல்லாம் தப்புன்னு உனக்கே தெரியல. எல்லாமே முடிஞ்சு போச்சுன்னு ஒதுங்கினதுக்கு அப்புறமும் நான் என்ன திரும்ப அவளை பார்க்கணும்? ബിക്കോസ് യു ബോത്ത് ലിവ് ഇൻ ദ സെയിം സിറ്റി. ഈ കണ്ടക്ടർ നീ എന്നും കാണുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾ തമ്മിലുള്ള പൊരുത്തം കാരണം നിങ്ങൾ ഒന്നിക്കാനുള്ള നിമിത്തമാണെന്ന് കരുതി പോയി പ്രപ്പോസ് ചെയ്യൂ. காதலிக்கிற பொண்ணு கிடைக்கணும்னு முயற்சி பண்ணாதவன் அந்த பொண்ணு கிடைக்கலன்னு வருத்தப்படுறதுக்கு தகுதியே இல்லாதவன். കൂടെയുള്ള നഴ്സ് മാർക്കറ്റിലും പാർക്കിലും പ്ലേ ഗ്രൗണ്ടിലും തിയേറ്ററിലും എല്ലാം രാവും പകലും ഫുൾ യൂണിഫോം ഇട്ട് തൊപ്പിയും വെച്ച് നടന്നിട്ടും സംശയം തോന്നാനുള്ള ബുദ്ധി ഒരു തമിഴ് പടത്തിലെ നായികയ്ക്ക് ആർഭാടമായതുകൊണ്ട് ഷീ കെപ്റ്റ് ഡൂയിങ്. அரேஞ்ச் மேரேஜ் எல்லாம் அழகில்லாதவ அறிவில்லாதவ தான் பண்ணுவா. ഇൻ യുവർ കേസ് ഇറ്റ്സ് ദ ഓപ്പോസിറ്റ്. അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ പഠിപ്പ് വേണം, ജോലി വേണം, സോഷ്യൽ സ്റ്റാറ്റസ് വേണം, ഇതൊന്നും ഇല്ലെങ്കിൽ കണ്ടമാനം ക്യാഷ് വേണം. ലവ് മാരേജ് ചെയ്യാൻ ഇതൊന്നും വേണ്ട, പരസ്പര സമ്മതം മാത്രം മതി, വിച്ച് യു ഡോണ്ട് ഹാവ് ഇറ്റ്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവൻ മാനിപ്പുലേറ്റ് ചെയ്യും. என்ன பொறுத்த வரைக்கும் லவ் தான் கரெக்ட். ഇങ്ങനെയൊക്കെ ആണെങ്കിലും SKയുടെ മാനിപ്പുലേഷനിലൊന്നും അവൾ വീടില്ല. இதுக்காக மட்டும்தான். லவ் இஸ் டோட்டலி லாஸ்ட். அதுக்கு மேல அட்வான்டேஜ் எடுத்துட்டு என் பர்சனல் லைஃப்ல தலையிட்டீங்க. காதலி வீட்டுல தூங்குற பாக்கியம் எத்தனை காதலனுக்கு கிடைக்கும்? അതും അവനൈറ്റിയതേ പോട്ടുകിട്ട്. നമ്മുടെ ബ്രെയിൻലെസ് പൂക്കി ഇതൊക്കെ കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ SK വന്ന് പ്രപ്പോസ് ചെയ്യും. ഒരു പൊണ്ണു മുന്നാടി ഫസ്റ്റ് ടൈം നിൽக்கிறேன். எப்படி? വെയിറ്റ്, ഈ റൂഫ് ടോപ്പിൽ നമ്മൾ സാരി കെട്ടി തൂങ്ങി ഇറങ്ങിയെന്ന് വിചാരിച്ചാലും വിത്തിൻ 5 മിനിറ്റ്സ് ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് ഒക്കെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഒരു പൊണ്ണു മുന്നാടി ഫസ്റ്റ് ടൈം നിൽக்கிறேன். எப்படி? SKക്ക് ഇംപ്രസ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ വീക്ക്നെസ് തന്നെ കയറി പിടിക്കും. PP. അവൾക്ക് വിസിലിനോട് ഒരു വിയേർഡ് ഒബ്സഷൻ ഉണ്ട്. അങ്ങനെ SKയുടെ PP ആണ് അവൾ ഇംപ്രസ് ആയി. ദാറ്റ് PP ഈസ് ടൈറ്റാനിക് എഡിഷൻ ACME വിസിൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. കാശില്ലാത്തവൻ കടം വാങ്ങിയ കാശുകൊണ്ട് ലക്ഷറി ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തപ്പോൾ കാശുള്ളവൻ ഒരു ഉറപ്പില്ലാത്ത അലയൻസിന് വേണ്ടി സ്പെൻഡ് മിനിമം. ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഈ സീനിന്റെ പിറകിലുള്ള ബേസിക് ഐഡിയ ഇപ്പോഴും ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ആണ്. പഠിപ്പും വിവരവും ജോലിയും കൂലിയും പേഴ്സണാലിറ്റിയും ഒന്നും വേണ്ട. കുടുംബത്തിന്റെ അടിയാധാരം വിറ്റിട്ടോ അപ്പനെ മുത്തൂറ്റി പണയം വെച്ചിട്ടോ ഡു സംതിങ് ഫ്ലാഷി ഓർ ബൈ സംതിങ് ഫ്ലാഷി, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ കാന്താരി. പ്രപ്പോസൽ സീൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അക്കോർഡിംഗ് ടു ഇന്ത്യൻ സിനിമ ഇറ്റ്സ് ടൈം ഫോർ ഹീറോ ടു ഫോളോ ഹർ 24/7 until she says yes. எப்போ ஓகே சொல்வ? எனக்கு எப்போ ஓகே சொல்வ? ஓகே சொல்வியா? எனக்கு எப்போ ஓகே சொல்வ? எப்போ ஓகே சொல்வேன்னு சொன்னா பைத்தியக்காரியானா? உனக்கு ஓகே சொல்றதுக்கு ഊരും പേരും അറിയാത്തവരുത്തം പുറകെയാണെന്ന് ശല്യം ചെയ്തപ്പോൾ അവൾ അവന്റെ കൂടെ കിൻകി അഡ്വഞ്ചറിന് പോയി പബ്ലിക് ബസ്സിൽ. love is totally lost. Yeah, I can see that. I think SK is not the only one using fake hair extension, aka തിരുപ്പൻ. Longer, stronger, thicker VFX hair. ഈ മുടി കേസിട്ടൊക്കെ മാറ്റി വെച്ചാൽ I have a question. Why does she like him? ലോൺ എടുത്ത് നടത്തിയ എക്സ്പെൻസീവ് പ്രപ്പോസൽ സീനും ഉണക്കമീൻ കണ്ട പൂച്ചസാറിനെ പോലെ പുറകെ മണപ്പിച്ച് നടക്കുന്നതാണോ പുനിതമായ കാതൽ? இதான் உன் love. வேற எது லவ்? நான் என்ன படிச்சிருக்கேன், என்ன வேலை பாக்குறேன், நான் எங்க இருந்து வரேன், வீடு எங்க இருக்கு சொல்லு. இது எதுவுமே தெரியாம எனக்காக எல்லாத்தையும் தூக்கி போட்டு வந்தல்ல. That is called വിവരക്കേട്. ഈ அப்பா அம்மா மத்தவங்க முன்னாடி அசிங்கப்பட்டாலும் பரவாயில்ல, நான் உங்களை தூக்கி போட்டு வந்தேன். ഇന്നലെ കണ്ട ഒരു ഫ്രോഡിന് വേണ്ടി വീട്ടുകാർ നാണം കെട്ടാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഹീറോയിനും റോഡ് സൈഡിൽ കണ്ട ഒരു പെണ്ണിനെ കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ അപ്പം മരിച്ചതിനേക്കാളും സങ്കടം തോന്നിയ ഹീറോയും ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ബാഡ് പാരന്റിംഗ്. യുവർ പാരന്റിംഗ് വാസ് എ ഫെയിലിയർ. വഴി കാണുന്ന കാണാൻ കൊള്ളാവുന്ന പെണ്ണിനോട് മുഖം മാത്രം നോക്കി ദിവ്യപ്രേമം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവളെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് ആൾമാറാട്ടം നടത്തി ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണം മുടക്കി കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അവളെ സ്വന്തമാക്കണം. ஓ உனக்கு ஒரு தங்கச்சி இருக்குன்னு வச்சுக்க, நீ குடுப்பியா? இதையும் மீறி நீ அவங்க வீட்டுக்கு பொண்ணு கேட்டு போனேன்னு வச்சுக்க, செருப்பாலே அடிப்பாங்க. ഇനി വ്യക്തമായ ട്രാൻസ്ലേഷൻ. നിന്നെപ്പോലൊരു തൊഴിലില്ലാത്ത റോഡ് സൈഡ് റോക്കറ്റ് നിന്റെ പെങ്ങളെ പിറകെ കിടന്ന നീ സമ്മതിക്കൂ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും റെക്കമെൻഡേഷൻസും കമൻറ്റ് ചെയ്യുക. അപ്പം ശരി,
ബൈ. In the world of normal people, I'm a monkey. It's painted on the faces of the thing that I'm a junkie. In the way that I dress, the people I bet.